ഹായ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ്. ഇപ്പം നമ്മൾ ഇറിഗേഷൻ വാട്ടറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പഠിച്ചത് സലൈനിറ്റി പ്രോബ്ലംസിൻ്റെ ക്ലാസ്സാണ് കഴിഞ്ഞത്. നെക്സ്റ്റ് ഇറിഗേഷൻ വാട്ടറിൻ്റെ പുവർ ക്വാളിറ്റിക്ക് കാരണമാകുന്നത് സോഡിസിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ആൽക്കലി പ്രോബ്ലമാണ്. The adverse effect of irrigation water quality on soil physical properties is associated with the accumulation of sodium ions on the soil exchange complex, which imparts instability to the soil aggregates and whose disruption followed by the dispersion of clay particles resulting in the clogging of soil pores. അപ്പം സോഡിസിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ആൽക്കലി പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സോയിലിലെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ സോയിലിൽ കൂടുമ്പം സോഡിയം സോയിലിൽ അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പം സോയിലിൻ്റെ നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും. അതിൻ്റെ ആ എക്സ്ചേഞ്ച് കപ്പാസിറ്റി പോയി അഗ്രിഗേറ്റ് എന്ന ആ ഒരു സംഭവം ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ പാർട്ടിക്കിൾസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഡിസ്പേഴ്സ്ഡ് ആവും. അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന പാർട്ടിക്കിൾസ്, ക്ലേ പാർട്ടിക്കിൾസ് എല്ലാം ഡിറ്റാച്ച്ഡ് ആവും. എന്നിട്ട് ആ സോയിലിനുള്ളിലെ പോർസ് ഉണ്ടല്ലോ, വാട്ടർ പോഴ്സും എയർ പോഴ്സും, അത് ചെന്ന് ക്ലോഗ് ചെയ്യും, അതായത് അടച്ചു കളയും. അങ്ങനെ നമ്മുടെ പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വായുവും സോയിലിൽ നിന്ന് കിട്ടാതെ വരും. അത് പ്ലാന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇങ്ങനെയാണ് സോഡിസിറ്റി പ്രോബ്ലം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ സോഡിസിറ്റി അളക്കുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതായത് സോയിലിൽ എത്രത്തോളം സോഡിയം ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോയിലിൻ്റെ സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ നമ്മൾ മെഷർ ചെയ്യും. ആ പർട്ടിക്കുലർ സോയിലിൻ്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇറിഗേഷൻ വാട്ടറിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇറിഗേഷൻ വാട്ടറിൻ്റെ സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ നമ്മൾ മെഷർ ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ SAR, ദാറ്റ് ഈസ് സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ ഇസ് ഈക്വൽ ടു concentration of sodium ions divided by the root of concentration of calcium ions plus magnesium ions divided by 2. ഇതാണ് SAR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. For SAR values greater than 6 to 9, the irrigation water could be expected to cause permeability problems in soil which contains swelling type of clay minerals. അതായത് ചില ക്ലേ മിനറൽസ് എന്താ പറയുക, ചൂട് കൂടുമ്പോൾ അത് സ്വെല്ല് ചെയ്യും എന്ന് വെച്ചാൽ വികസിക്കും. അങ്ങനെയുള്ള ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ള ക്ലേ ഉള്ള സോയിലാണ് നമുക്കുള്ളത് എങ്കിൽ ഒരു SAR വാല്യൂ 6 to 9 ഒക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 6 തൊട്ട് 9 കൂടുതലാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ആ ഇറിഗേഷൻ വാട്ടർ അപ്ലൈ ചെയ്യുന്ന സോയിലിൽ ഈ പെർമിയബിലിറ്റി പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. Eaton in 1950 suggested that the residual sodium carbonate defined by the formula RSC is equal to concentration of carbonate ions CO3 minus plus bicarbonate ions HCO3 minus calcium plus magnesium ions. ഇങ്ങനെയാണ് നമ്മൾ റെസിഡുവൽ സോഡിയം കാർബണേറ്റ് കണ്ടുപിടിക്കുന്നത്. റെസിഡുവൽ സോഡിയം കാർബണേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് ഈസ് എ ഗുഡ് ഇൻഡെക്സ് ഓഫ് സോഡിസിറ്റി ഹസാർഡ് ഓഫ് ആൻ ഇറിഗേഷൻ വാട്ടർ. അപ്പോൾ ഇറിഗേഷൻ വാട്ടറിൻ്റെ സോഡിസിറ്റി ഹസാർഡ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് സോഡിയം അഡ്സോർപ്ഷൻ റേഷ്യോ, 2 റെസിഡുവൽ സോഡിയം കാർബണേറ്റ്. ഇങ്ങനെ 2 ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇറിഗേഷൻ വാട്ടറിൻ്റെ സോഡിസിറ്റി ഹസാർഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദ ആനയോൺസ് HCO3, bicarbonate and carbonate in the irrigation water tend to precipitate calcium and magnesium ions in the soil, resulting in an increase in the proportion of the sodium ions. അപ്പം നമ്മുടെ അപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ കാർബണേറ്റിൻ്റെയും ബൈകാർബണേറ്റ് അയോൺസും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, കാൽഷ്യവും മഗ്നീഷ്യവുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അത് അടിയും. ഇപ്പം പ്ലാന്റ്സിന് കാൽഷ്യവും മഗ്നീഷ്യവും വലിച്ചെടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. അത് അയോണിക് ഫോമിൽ നിന്ന് മാറി കോമ്പൗണ്ട് ഫോമിലോട്ടാവും. അപ്പം ബാക്കിയുള്ള മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ സോഡിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ സോഡിയം അബ്സോർബ് ചെയ്യാൻ നിർബന്ധിതരാകും. അങ്ങനെ പ്ലാന്റ്സിന് സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അത് ടോക്സിസിറ്റിക്ക് കാരണമാവും. അങ്ങനെയാണ് സോഡിയത്തിൻ്റെയും
കാർബണേറ്റിൻ്റെയും ബൈകാർബണേറ്റ് അയോൺസിൻ്റെയും കോൺസെൻട്രേഷൻ കൊണ്ട് ഇറിഗേഷൻ വാട്ടർ ക്വാളിറ്റി ചീത്തയാവുന്നത്. ഫോർ ദിസ് റീസൺ RSC വാസ് കൺസിഡേർഡ് ടു ബി ആൻ indicator to the sodicity hazard of the water. Wilcox in 1958 concluded that water with more than 2.5 millimoles per liter, millimoles of iols per liter of RSC is not suitable for irrigation. ഈ വാല്യൂ ഓർത്ത് വെക്കുക. 2.5 millimole ions, millimole പോസിറ്റീവ് അയോൺസ് പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ 2.5 millimole പോസിറ്റീവ് അയോൺസ് വരികയാണ് എന്ന് ഉണ്ടെങ്കിൽ ആ വാട്ടർ, ഇറിഗേഷൻ വാട്ടർ RSC വരികയാണെങ്കിൽ ആ ഇറിഗേഷൻ വാട്ടർ ഇറിഗേഷന് സ്യൂട്ടബിൾ അല്ല. That water containing 1.25 to 2.5 millimoles per liter was considered marginal, and that with less than 1.25 millimoles per liter probably safe. Okay, അപ്പോൾ ഇതാണ് ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, സോഡിസിറ്റി ഹസാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, ദ റോൾ ഓഫ് മഗ്നീഷ്യം. റോൾ ഓഫ് മഗ്നീഷ്യം ഇൻ ഡിറ്റർമൈനിങ് ദി സോഡിസിറ്റി. Exchangeable sodium percentage required to produce a given decrease in the flow rate was reduced when magnesium was the complementary cation rather than calcium. അപ്പം നമ്മുടെ സോയിലിൽ കാൽസ്യത്തിനേക്കാളും കൂടുതൽ മഗ്നീഷ്യമാണ് ഉള്ളതെങ്കിൽ അവിടെ ഈ എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ് കുറവായിരിക്കും. അതായത് സോഡിസിറ്റി ഹസാർഡ്, മഗ്നീഷ്യം കൂടുതലുള്ള സോയിലിൽ സോഡിസിറ്റി ഹസാർഡ് ഉണ്ടാകുന്നത് കുറവായിരിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഫോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വാട്ടർ വിത്ത് സോഡിസിറ്റി ഹസാർഡ്. നമ്മൾ സോഡിസിറ്റി ഹസാർഡ് ഉള്ള ഒരു സോയിൽസിൽ എന്തൊക്കെ മാനേജ്മെൻ്റ് ആണ് എടുക്കേണ്ടത്? നേരത്തെ നമ്മൾ സലൈനിറ്റി പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് പഠിച്ചായിരുന്നു. ഇത് സോഡിസിറ്റി ഹസാർഡ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആണ്. അതിൽ ആദ്യത്തേത് ആപ്ലിക്കേഷൻ ഓഫ് അമെൻമെൻറ്റ്സ്. By increasing the soluble calcium status of the water, thereby decreasing the proportion of sodium to divalent cations. അപ്പോൾ നമ്മൾ സോലുബിൾ കാൽസ്യത്തിൻ്റെ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ മണ്ണിൽ കൂട്ടണം അല്ലെങ്കിൽ വെള്ളത്തിൽ കൂട്ടണം, എങ്ങനെയെങ്കിലും കൂട്ടണം. അങ്ങനെ കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി കുറയും. Applied soluble calcium salts will also neutralize the carbonate and bicarbonate ions. Gypsum can be either incorporated in the soil or lumps of gypsums can be suitably placed in the water channels to dissolve gradually, or we can use H2SO4, sulfuric acid. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇപ്പോൾ സോഡിസിറ്റി ഹസാർഡുള്ള സോയിലിൽ നമ്മൾ കൊടുക്കുന്നത്, ഇപ്പം നമ്മൾ ആസിഡ് സോയിൽസിൽ ലൈം അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് പോലെ സോഡിസിറ്റി ഹസാർഡ്, ആൽക്കലി ഹസാർഡ്സ് ഉള്ള സോയിൽസിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ജിപ്സം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്കത് ജിപ്സം പൊടിയാണ്, ജിപ്സം നമ്മുടെ കുമ്മായം പോലെ തന്നെയുള്ള പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് സോയിൽ അതേപടി ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ടകളായിട്ട് കിട്ടും. ആ കട്ടകൾ നമ്മൾ വാട്ടർ ചാനൽസിൽ, നമ്മുടെ വെള്ളം പോകുന്ന വാട്ടർ ചാനൽസിൽ അത് പ്ലേസ് ചെയ്താൽ അത് ഗ്രാജുവലി ഡിസോൾവ് ആയിട്ട് നമ്മുടെ വെള്ളത്തിനോടൊപ്പം ഈ ആൽക്കലി ഹസാർഡ്സ് ഉണ്ടാവാതെ കൺട്രോൾ ചെയ്യും. ഇനി ജിപ്സം കിട്ടുന്നില്ല, ജിപ്സം അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡും യൂസ് ചെയ്യാം. മിക്സിംഗ് വിത്ത് alternate source of water. If an alternate source of irrigation water is available, mixing the two sources is helpful to obtain water suitable for irrigation. അപ്പോൾ നമ്മൾ നേരത്തെ കൺജങ്ഷനൊക്കെ പഠിച്ചില്ലേ, അതുപോലെ അപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടറും ഈ പോർ ക്വാളിറ്റി വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമുക്കപ്പോൾ അത്യാവശ്യം ഒരു നമ്മുടെ ചെടി ഇറിഗേറ്റ് ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി വെള്ളം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്രോപ്സിനെ ഇറിഗേറ്റ് ചെയ്യുക. അതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറിഗേറ്റിംഗ് മോർ ഫ്രീക്വൻ്റ്ലി. നമ്മൾ സാലൈനിറ്റി പഠിച്ചപ്പോഴും ഇതൊരു മെത്തേഡായിട്ട് പഠിച്ചായിരുന്നു അല്ലേ. ഇറിഗേറ്റിംഗ് മോർ ഫ്രീക്വൻ്റ്ലി. ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ വിത്ത് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതായത് ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. പക്ഷേ എന്താ പറയുക, ഒരു ദിവസം നമ്മൾ ഇറിഗേഷൻ കൊടുക്കുന്ന നമ്പർ കൂട്ടുക. ഇപ്പം ഒരു ദിവസം നമ്മൾ രാവിലെയും വൈകിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ രാവിലെ ഒന്ന്, പിന്നെ 1 അവർ കഴിഞ്ഞ് അടുത്ത 1 അവർ കഴിഞ്ഞ്, അങ്ങനെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് ഓരോ തവണയും കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. അങ്ങനെ നമുക്ക്
ഈ സോഡിസിറ്റി ഹസാർഡിനെ അല്ലെങ്കിൽ സലൈനിറ്റി പ്രോബ്ലവും നമുക്കിതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഫ്രീക്വൻറ്റ് ഇറിഗേഷൻ കുഡ് ഓൾസോ റെഡ്യൂസ് ദ precipitation ഓഫ് കാൽസ്യം. യൂസ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ്. ബാക്കിയുള്ള മെത്തേഡ്സിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ സോഡിസിറ്റി ഹസാർഡ്സ് ഉള്ള സോയിലിൽ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ക്രോപ്സ് വിത്ത് ലോ വാട്ടർ റിക്വയർമെൻറ്റ്സ്. നമുക്ക് ഡ്രൗട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് വളർത്തുക എന്നുള്ളതാണ്. സോ വെൻ ഇറിഗേഷൻ വാട്ടർ ടെൻസ് ടു ക്രിയേറ്റ് എ സോഡിസിറ്റി പ്രോബ്ലം, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പം സോഡിസിറ്റി പ്രോബ്ലം ഉള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും കുറച്ച് വെള്ളം മാത്രമേ, അങ്ങനെ പുവർ ക്വാളിറ്റി ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ അത് കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദ ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ഇറിഗേറ്റിംഗ് ഡ്യൂറിങ് പീരിയഡ്സ് ഓഫ് ഹൈ ഇവാപ്പോട്രാൻസ്പിറേഷൻ ഡിമാൻഡ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ദെൻ ഗ്രോയിങ് ടോളറൻറ്റ് ക്രോപ്സ്, അത് തന്നെയാണ് മുന്നേ പറഞ്ഞത്. നമ്മൾ ഡ്രൗട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇപ്പോൾ ഒരു പുവർ ഇറിഗേഷൻ വാട്ടർ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡ്രൗട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്സ്, അല്ലെങ്കിൽ അതായത് കുറച്ച് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്സിനെ പ്രിഫർ ചെയ്യാം. സ്വർഗം പോലുള്ള ക്രോപ്സിനെയൊക്കെ പ്രിഫർ ചെയ്യാം. നെക്സ്റ്റ്, ഓർഗാനിക് മാറ്റർ ആപ്ലിക്കേഷൻ. Application of such organic materials as rice hulls, sawdust, sugar factory waste, etc. have all been found useful in maintaining and improving the soil physical properties and in counteracting the adverse effect of high levels of exchangeable sodium. അപ്പോൾ ഏതൊക്കെ ഓർഗാനിക് മെറ്റീരിയൽസാണ്? റൈസ് ഹൾ, ഉമി എന്ന് പറയുന്നതാണ് റൈസ് ഹൾ എന്ന് പറയുന്നത്. ദെൻ സോഡസ്റ്റ്, അറക്കപ്പൊടി, ഷുഗർ ഫാക്ടറി വേസ്റ്റ്, ഷുഗർ ഫാക്ടറി എന്നുള്ള വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സോയിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? സോയിലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ സോയിലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണല്ലോ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സോയിലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഓർഗാനിക് അമെൻമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഹൈ ലെവൽസ് ഓഫ് എക്സ്ചേഞ്ചബിൾ സോഡിയത്തിനെ എന്ത് ചെയ്യും? അവർ അഡ്വേഴ്സ് എഫക്റ്റിനെ കൗണ്ടർ ആക്ട് ചെയ്യും. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് കൗണ്ടർ ആക്ട് ചെയ്യാനായിട്ട് പറ്റും. Next, irrigation management. Irrigation management, crops having high water requirements such as rice, sugarcane and birdseed should be avoided under poor drainage conditions. അപ്പം ഇങ്ങനെയുള്ള ക്രോപ്സിന്, അതായത് നെല്ലിൽ നമുക്കറിയാം ഒത്തിരി വെള്ളം വേണം, അതുപോലെ തന്നെയാണ് ഷുഗർ കെയിനും. ഷുഗർ കെയിനിൽ പക്ഷേ വെള്ളം കെട്ടി നിർത്തത്തില്ല എന്നേ ഉള്ളൂ, പക്ഷേ അത് ഒത്തിരി വെള്ളം വേണ്ട ഒരു ക്രോപ്പാണ്. ആൻഡ് ബർസീൻ നമുക്കിവിടെ അത്ര കോമൺ അല്ല, അത് കോൾഡ് കൺട്രീസിലുള്ളൊരു ക്രോപ്പാണ് ബർസീൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ക്രോപ്സിനൊക്കെ ഹൈ വാട്ടർ റിക്വയർമെൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രോപ്സ് നമുക്ക് പുവർ ക്വാളിറ്റി വാട്ടറാണ് നമുക്കുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള ക്രോപ്സ് ഒരിക്കലും കൾട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. ഇൻ ഫോഡർ മെയ്സ്, ദ ജിപ്സം ട്രീറ്റ്മെൻറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് അണ്ടർ മോർ ഫ്രീക്വൻറ്റ് ഇറിഗേഷൻ ഷെഡ്യൂൾസ്. Next, conjunctive use of good and alkali waters. Combining both good and sodic water. Good water during the critical stages of growth and sodic soil in other time. അതായത് ഈ കൺജങ്ക്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ടൈപ്പ് വെള്ളം ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് കൺജങ്ക്റ്റീവ് യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഫ്രഷ് വാട്ടറും ആൽക്കലി വാട്ടറും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രോപ്പിൻ്റെ ക്രിട്ടിക്കൽ പീരീഡ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ നല്ല ഫ്രഷ് വാട്ടർ കൊടുക്കുക, അല്ലാത്ത സമയങ്ങളിൽ പുവർ ക്വാളിറ്റി വാട്ടർ കൊടുക്കുക. 2 രീതിയിലും നമുക്ക് കൺജങ്ക്റ്റീവ് യൂസിൽ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഒരുമിച്ച് മിക്സ് ചെയ്താൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്രോപ്പിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ സമയത്ത് എന്തായാലും അവർക്ക് ഗുഡ് ക്വാളിറ്റി വാട്ടർ വേണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഗുഡ് ക്വാളിറ്റി വാട്ടർ കൊടുക്കുക ക്രിട്ടിക്കൽ സ്റ്റേജസിൽ. അല്ലാത്ത സമയങ്ങളിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മറ്റേ ആൽക്കലി ഉള്ള വെള്ളം കൊടുക്കുക. Next, fertilizer management. When pH and the exchangeable sodium percentage increases, availability of calcium, zinc is reduced and that of P and K increases. അപ്പം pHും ഈ എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജും ഇൻക്രീസ് കൂടുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കാൽഷ്യം, സിങ്ക് അതുപോലുള്ള ആവശ്യമുള്ള ന്യൂട്രിയൻസിൻ്റെ കുറയും.
കാൽസ്യം സിങ്കിൻ്റെയൊക്കെ അളവ് മണ്ണിൽ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടുതലായിട്ടും അങ്ങനെയുള്ളത് കൊടുക്കണം. അതേസമയം ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതിൻ്റെയെല്ലാം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോസ്ഫറസ്, പൊട്ടാസ്യം സാധനങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ട് ബാക്കി കാൽസ്യം, സിങ്ക് അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൂടുതൽ കൊടുക്കണം. ഇതാണ് ഫെർട്ടിലൈസർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അമോണിയ ഈസ് ലോസ് ബൈ വോളറ്റൈസേഷൻ. അമോണിയ ലോസ് ബൈ വോളറ്റൈസേഷൻ വിൽ ഒക്കർ. അമോണിയ വേപ്പറൈസ് ചെയ്ത് പോകും, അതാണ് വോളറ്റൈസേഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈട്രജൻ വേറെ രീതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് വേറെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷനാണ്. യൂസ് ഓഫ് ജിപ്സം എലോങ് വിത്ത് ക്രോപ്പ് റൊട്ടേഷൻ. ഇതാണ് മേജർ ആയിട്ടുള്ള മെത്തേഡ്സ് ടു മാനേജ് ദി സോഡിസിറ്റി ഹസാർഡ്സ്. അപ്പോൾ ഇത്രയുമാണ്. സോഡിസിറ്റി ഹസാർഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളെ മാർക്ക് അനുസരിച്ച് എന്താണ് സോഡിസിറ്റി ഹസാർഡ്, വാട്ട് ആർ ദ വേസ് ടു മാനേജ് ഇറ്റ്, ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, താങ്ക് യു.